ഹലോ ഗൈസ്, നമ്മളെ ഇൻ്റർമാമി കരിയർ മോഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ടേബിൾ 1-ാം സ്ഥാനത്താണ്. നമുക്ക് എന്തായാലും പക്ഷേ ടൈറ്റിൽ അടിക്കണം എന്നൊക്കെ ഉണ്ട്. സോ ബുസ്കറ്റ്സ് ആക്ച്വലി DM ആണ്, പക്ഷെ നമ്മൾ CB ആണ് കളിപ്പിക്കുന്നത് പുള്ളീനെ. ഒർലാൻഡോ സിറ്റി ആയിട്ടാണ് ആദ്യത്തെ കാണിച്ച്. സോ നമുക്ക് എന്തായാലും അത് കളിക്കാം. ഒർലാൻഡോ സിറ്റീനെ തോപ്പിക്കുമായിരിക്കും 10ാമത്തെ മിനിറ്റിൽ. ഓക്കെ, മെസ്സിൻ്റെ ബോൾ. നമ്മളെന്തായാലും മെസ്സിനെ കൊണ്ട് തന്നെ ഗോൾ അടിപ്പിക്കാൻ നോക്കാം ഗൈസ്. മെസ്സി അടിക്കുമായിരിക്കും. മെസ്സി അടിക്കാണ്ട് പോകുന്നില്ലായിരിക്കും. ബട്ട് ലീഡിങ് ഗോൾ സ്കോറർ സുവാരസ് തന്നെയാണ് ഗൈസ്. ഇപ്പം തന്നെ പുള്ളി ഏകദേശം ഒരു 20 ഗോളൊക്കെ അടിച്ചിട്ടുണ്ടാവും. 20ന് മേളിൽ അടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നോക്കണം. ഓക്കെ, വീണ്ടും ഒരു ചാൻസ് ഇട്ടിട്ടുണ്ട്. ലെനിയോറോൻ്റെ അടുത്താണ്. സോ യെസ്, ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, നമ്മളെ ലെനിയോറോനെയും ലമീൻ യമാലിനെയും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സൈൻ ചെയ്തെന്ന് പറയുകയാണെങ്കിൽ ലോണിന് കൊണ്ടുവന്നതാണ് യമാലിനെ. സോ മെസ്സിക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ടല്ല, മെസ്സിക്ക് ഒരു ബാക്കപ്പ് ആയിട്ടാണ് യമാലിനെ കൊണ്ടുവന്നത്. രണ്ടുപേരും കീഴിലായിട്ട് കളിക്കുമായിരിക്കും, നല്ല പ്രതീക്ഷയുണ്ട്. ഓക്കെ, വാടി അടിച്ചിട്ടുണ്ട്. 3 മുട്ടയാണിപ്പം. ദുരിയൻ, സുവാരസ് ടു വാടി, ആൻഡ് വാടി വീണ്ടും ഗോൾ അടിച്ചിട്ടുണ്ട്. സുവാരസിൻ്റെ അസിസ്റ്റ്. മെസ്സിക്ക് കൂടുതലും ഗോളല്ല അസിസ്റ്റാണ് ഉള്ളത്. അവരൊരാളെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഓക്കെ, ദുരിയൻ വീണ്ടും സുവാരസ് അടിക്കുമായിരിക്കും. സുവാരസ് അടിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കുറേ മിനിറ്റിന് ശേഷമാണ് കിട്ടിയിട്ടിരിക്കുന്നത്. യമാലിൻ്റെ അടുത്താണ്. യമാലിനെ കൊണ്ട് ഓടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. മെസ്സിനെ നമ്മൾ സബ്ബാക്കിയിട്ടുണ്ട്. യമാൽ അടിക്കുമോ? ഇല്ല ഗൈസ്, ഗോൾ കീപ്പർ സേവ് ചെയ്ത്. അല്ല, ആ കളി മിക്കവാറും 5-1 നമ്മൾ ജയിക്കുമായിരിക്കും. ഓക്കെ, ജയിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ടേബിൾ ടോപ്പിലാണ്. 33 പോയിൻ്റ് ഉണ്ട്. സോ അടുത്ത കളി 12ാം സ്ഥാനത്തുള്ള ഏതോ ടീമായിട്ടാണ് ഗൈസ്. നമുക്കത് സ്കിപ്പ് ചെയ്യാം ഗൈസ്. അവിടെ ജയിക്കുമായിരിക്കും അല്ലേ? തോറ്റു? കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോയിന്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ തന്നെ ആയിരിക്കും ടോപ്പിലുണ്ടാവുക. നമ്മളെന്തായാലും ഷീൽഡൊക്കെ അടിക്കുമായിരിക്കും. സോ അടുത്ത കളി ഒരു നാഷണൽ കപ്പാണ്, നാഷ്വില്ലയായിട്ട്. സോ യമാലിനെ നമുക്ക് കൊണ്ടുവരാം. ക്യാമ്പനീനെ കൊണ്ടുവന്നിട്ടുണ്ട്. കളി ജയിക്കുമായിരിക്കില്ലേ? സെക്കൻഡ് റൗണ്ടൊക്കെ നമ്മൾ ജയിക്കും. നമുക്ക് ഇപ്രാവശ്യം ഒരു ട്രിബിൾ അടിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കാം ഗൈസ്. നമുക്കൊരു ചാൻസ് അറിയില്ല. ഗോള്. ഓക്കെ, ദുരിയൻ, ക്യാമ്പന. ഓക്കെ, ക്യാമ്പന അടിച്ചിട്ടുണ്ട്. ക്യാമ്പനയും കുഴപ്പമില്ല, ബട്ട് പുള്ളിക്ക് ചാൻസസ് കിട്ടുന്ന കുറവായിരിക്കും. കൂടുതലും വാടിക്കും സുവാരസിനായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമ്പനയുടെ ചാൻസസ് ഒക്കെ വളരെ കുറവായിരിക്കും. എന്നാലും പുള്ളി കിട്ടുന്ന അവസരമൊക്കെ മുതലെടുക്കുന്നുണ്ട്. എൻ്റെ യമാല് കിട്ടുമ്പോൾ ഒരു പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്യാമ്പന അടിച്ചിട്ടുണ്ട്. ഫ്രീ കിക്ക് ആയതുകൊണ്ട് യമാലിന് അസിസ്റ്റ് കിട്ടിയില്ല. കുഴപ്പമില്ല, നമുക്ക് യമാലിനെ വീണ്ടും കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഗെയിം ക്യാമ്പന. ഓക്കെ, ക്യാമ്പന അടിച്ചിട്ടുണ്ട്. ആൻഡ് 4ാമത്തെ ചാൻസാണ്. നെഗ്രി, ക്യാമ്പന വീണ്ടും. ഓക്കെ, വാടീൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. വാടി അടിക്കുമോ? ഓക്കെ, വാടി അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, എല്ലാവരും ഫോമിൽ തന്നെയാണ് ഉള്ളത്. അതിന് ഇഞ്ചുറി ഒന്നും പറ്റിയിട്ടില്ല. സോ അപ്പുറത്തൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആരാണത്? ഓക്കെ, മുക്തറിൽ നിന്ന്. ഓക്കെ, നമ്മളെ മിലങ്കോവിച്ച് സാവിച്ച് സേവ് ചെയ്തിട്ടുണ്ട്. ക്ലീൻ ഷീറ്റ് എടുത്തോളാം മുത്തേ. നമ്മൾ മിലങ്കോവിച്ച് സാവിച്ചിനെ കൊണ്ട് ക്ലീൻ ഷീറ്റ് എന്നല്ല, ഗോൾഡൻ ഗ്ലൗവ് എടുക്കണമെന്നുണ്ട്. ക്ലീൻ ഷീറ്റ് ഏറ്റവും കൂടുതൽ എടുക്കുന്നതൊക്കെയല്ലേ ഗോൾഡൻ ഗ്ലൗവ് കിട്ടുക. സോ അത് കിട്ടണമെന്നുണ്ട്. ആൻഡ് സുവാരസിന് നമുക്കൊരു ഗോൾഡൻ ബൂട്ട് കൊടുക്കണമെന്നുണ്ട്. കിട്ടുമായിരിക്കും അല്ലേ? നമ്മൾ നോക്കാം ഗൈസ്, പരമാവധി നോക്കാം കൊടുക്കാൻ. നമ്മളല്ലല്ലോ കൊടുക്കുന്നേ. സോ അവർ ഗോ അടിക്കൂലായിരിക്കല്ലേ? നോക്കാം ഗൈസ്. ഓക്കെ, മിലങ്കോവിച്ച് സാവിച്ച് എടുത്തിട്ടുണ്ട്. ക്ലീൻ ഷീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ഷീറ്റ് എടുത്തുകൊണ്ട് 5 മുട്ടയ്ക്ക് ജയിച്ചിട്ടുണ്ട് ഗൈസ്.
അടുത്ത കളി അവരായിട്ട് തന്നെയാണ്. സോ അത് നമുക്കൊരു ഫസ്റ്റ് ഹാഫ് കളിച്ചിട്ട് ബാക്കി ഞാൻ അടുത്തൊരു മാച്ച് കാണിക്കാം ഗൈസ്. ടേബിളിൽ ഒന്നാമതാണ് നമ്മൾ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഞാൻ കാണിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ചൊരു ടയേർഡാണ്. സുവാരസ് ഫോമിലെത്തിയിട്ടുണ്ട്. നമുക്ക് വേറെ ഇടുക. ഓക്കെ, ടൈലറിനെ കൊണ്ടുവരാം ആൻഡ് മെസ്സിനെ കൊണ്ടുവരാം. നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു ബാക്കപ്പ് റൈറ്റ് ബാക്ക് ഇല്ല കേസ്. റൈറ്റ് ബാക്കിനൊരു ബാക്കപ്പ് ഇല്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം കേസ്. റൈറ്റ് ബാക്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പൈസ നോക്കുകയാണെങ്കിൽ ഈ സീസൺ നമുക്ക് എന്തായാലും റൈറ്റ് ബാക്കിന് ബാക്കപ്പ് ഇല്ലാണ്ട് തന്നെ കളിക്കാം. യൂറോ തൽക്കാലം റൈറ്റ് ബാക്കായിട്ട് കളിക്കട്ടെ കേസ്. അടുത്തളി നമുക്ക് എന്തായാലും കളിക്കാം. നമ്മൾ 5 മട്ടയ്ക്ക് ജയിച്ചാണ്, ആ കോൺഫിഡൻസ് ഉണ്ട്. സോ സുവാരസ്, ജെമി വാഡി ഡിഫറെൻ്റായി പോയി. ഇല്ല ഗേസ്, കിട്ടി. ഓക്കെ, സുവാരസ് അടിച്ചിട്ടുണ്ട് ഗേസ്. സുവാരസ് ഗോൾ അടിക്കാൻ കിട്ടില്ലാണ് ഗേസ്. മിക്കവാറും ഗോൾഡൻ ബൂട്ട് പുള്ളി കൊണ്ടുപോകും. പ്രതീക്ഷയും ഗേസ് മിക്കവാറും ഹാളണ്ട് കൊണ്ടുപോകും. കള്ളൻ ഹാളണ്ട്. ഓക്കെ, നമുക്ക് വീണ്ടും ഒരു ചാൻസ്. സുവാരസ് അഗെയിൻ. സുവാരസ്. ഓക്കെ, സുവാരസ് അടിച്ചിട്ടുണ്ട് ഗേസ്. ആൻഡ് അടുത്തൊരു ചാൻസ് പ്രാവശ്യം ടൈലറിൻ്റെ അടുത്താണ്. ടൈലർ അടിക്കുമെന്ന് നോക്കാം. ടൈലറിനെ കൊണ്ട് അടുപ്പിക്കാം ഗേസ്. ഓക്കെ, ടൈലർ അടിച്ചിട്ടുണ്ട് ഗേസ്. കിഡിലൊരു ഗോളാണ് ടൈലർ അടിച്ചേക്കുന്നത്. സോ വീണ്ടും ഒരു ചാൻസ് ഗേസ്. 20 മിനിറ്റ് ആകുമ്പോഴേക്കും 4 ചാൻസസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അവിലസ് അടിക്കുക. അവിലസിനെ കൊണ്ട് അടുപ്പിക്കാം ഗേസ്. പുള്ളിക്ക് ഒരു ഗോൾ ഇരിക്കട്ടെ. എല്ലാവർക്കും ഓരോ ഗോൾ വെച്ച് ഇരിക്കട്ടെ ഗേസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അവർക്കൊരു ചാൻസ് ആണ്. ഓക്കെ, മിലങ്കോവിച്ച വെച്ച് പിടിച്ചിട്ടുണ്ട്. സോ ഗേസ്, ആ കളി അങ്ങ് നമ്മൾ ഫസ്റ്റ് ഹാഫ് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് എന്തായാലും അടുത്തൊരു കളിയുണ്ട്. അതിന് തന്നെ ഒരു പെനാൾട്ടിയാണ് അവരടിച്ച് ഗേസ്. വീണ്ടും ഒരു ചാൻസോ? ഇതെന്താ കളഞ്ഞിട്ടുണ്ട്. ഈ കളഞ്ഞ സാധനം കൊടുക്കുന്നത് എന്ത് പരിപാടി ഇത്? പിന്നെ എന്തിനാണ് നിങ്ങൾ അത് എടുക്കുന്നത്? എടുത്ത് നേരെ അവരുടെ അടുത്ത് അങ്ങ് കൊടുക്കുക. എന്തായാലും കളഞ്ഞിട്ടുണ്ട് അത്. സോ മെസ്സിയാണ് ഫ്രീ എടുക്കുന്നത്. ആൻഡ് സുവാരസ് അടിച്ച്. ഓക്കെ, വീണ്ടും ഒരു ചാൻസ്. ലീഡ് എടുക്കാനുള്ളൊരു ചാൻസാണ്. നമ്മളങ്ങനെ പൊട്ടിക്കൊന്നുമില്ല ഇവർ, എത്ര സ്ഥാനക്കാരായാലും. ആൻഡ് വാടി ഫിനിഷസ് ഇറ്റ്. ഓക്കെ ഗെയ്സ്, കിടലിനൊരു കംബാക്ക് ആയിരുന്നു. ഇനിയും ഓടിക്കാൻ പറ്റുമായിരിക്കും, നോക്കാം. അവർക്ക് ചാൻസ്, അവർക്ക് 3ാമത്തെ ചാൻസാണ് കിട്ടുന്നത്. കുഴപ്പമില്ല, നമ്മൾ ഡിഫെൻഡ് ചെയ്യും. ഓക്കെ, മിലങ്കോവിച്ച വെച്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലീൻ ഷീറ്റ് കളഞ്ഞില്ലടാ അവന്മാർ. അതാണ് ഏറ്റവും വലിയ സങ്കടം. ചാൻസസ് എവിടെ? ചാൻസസ് ഒന്നും ഇല്ലേ നമുക്ക്? ഓക്കെ, ശരി, ചാൻസ് കിട്ടിയിട്ടുണ്ട്. അവിലേഷ്, വാടി, ക്യാമ്പനി ഉള്ളതുകൊണ്ട് ക്യാമ്പനിക്ക് കൊടുക്കാം. ആൻഡ് ക്യാമ്പന സ്കോർസ്. കുഴപ്പമില്ലാത്ത കളി തന്നെയാണ് എല്ലാവരും കളിക്കുന്നത്. എസ്പെഷ്യലി സുവാരസിനെ നമ്മൾ സബ്ബാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, പുള്ളി കുറേ ഗോളിക്ക് അടിക്കുന്നതല്ലേ, ബാക്കിയുള്ളവർക്ക് ചാൻസ് കൊടുക്കാം. നമുക്ക് എല്ലാ കളിയൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. സോ നമ്മൾ കുറേ കളിയും സിമുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ വരിക. കറൻ്റ്ലി നമ്മൾ ടേബിൾ ടോപ്പിലാണ് ഉള്ളത് 48 പോയിൻറ്റുമായിട്ട്. ആൻഡ് സുവാരസാണ് ഇപ്പം 31 ഗോളുമായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ബൈ ഗൈസ്.